നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഐശ്വര്യടുത്തി, ആത്മവിശ്വാസം നല്ലതാ, പക്ഷെ അത് അധികമാവുമ്പോ അഹങ്കാരത്തിന്റെ ഒരു സ്വഭാവം വരും. അഹങ്കാരം മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകും. അഹങ്കരിക്കാനുള്ള ഐറ്റമൊക്കെ കയ്യിലുണ്ടെങ്കിലേ അഹങ്കരിക്ക തന്നെ വേണം ശ്യാമേ. മത്സരത്തിന് ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ സ്നേഹത്തോടെ വീണ്ടും പറയുക, നിങ്ങൾ രണ്ടും മത്സരിച്ച് തോക്കാൻ നിൽക്കണ്ട, മാറിക്കോ. ഞാൻ ആരുടെയും വശം പറയല്ല. എന്നാലും മുഖലക്ഷണം വെച്ച് നോക്കുമ്പോ ഐശ്വര്യമോള് ജയിക്കാനാ സാധ്യത. ഐശ്വര്യമോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവര് രണ്ടുപേരും മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കില് തിരിച്ചൊരു ഉപകാരമായിട്ട് മോളെ എന്ത് ചെയ്യും? അത് ന്യായമായ ചോദ്യം. നിങ്ങൾ 2 പേരും പറയുന്ന 2 പേർക്ക് ഞാൻ ജോലി കൊടുക്കും. എന്റെ ഐശ്വര്യേ, നിനക്ക് ഈ നടക്കാത്ത സ്വപ്നങ്ങൾ കണ്ട് കൊതി തീർന്നില്ലേ? നോക്ക്, നടക്കാൻ പോകുന്നത് ബുദ്ധി പരീക്ഷയാ, ശക്തി പരീക്ഷയല്ല. ശക്തി കൊണ്ട് നീ കുറെ പേരെ ദ്രോഹിച്ചിട്ടുണ്ട്, ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ബുദ്ധിയില്ലാത്തത് കാരണം അതൊന്നും അത്രയ്ക്ക് വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. കമ്പനിയും കുടുംബവും നിന്റെ കീഴിൽ കൊണ്ടുവരണം, അതല്ലേ ഉള്ളില്. അഥവാ ഞങ്ങൾ അതിന് സമ്മതിച്ചാലും ദൈവം എന്ന് പറയുന്ന ഒരാൾ അതിന് സമ്മതിക്കില്ല. എന്തിനാ വെറുതെ എടുത്തി ഐശ്വര്യടുത്തി പറയുന്ന എനിക്ക് ഉത്തരം പറയാൻ നിൽക്കുന്നേ? പരീക്ഷയ്ക്ക് 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തിനാ തർക്കം? ഓ, ഭക്തമീര പ്രഭാഷണം തുടങ്ങിയല്ലോ. കളിയാക്കണ്ട ഐശ്വര്യടുത്തി. ഐശ്വര്യടുത്തിയെ സംബന്ധിച്ച് വിളക്ക് കൊളുത്തി പൂജ ചെയ്യുന്നത് മാത്രമാണ് ഭക്തി. എന്നെ സംബന്ധിച്ച് ഭക്തി എന്ന് പറയുന്നത് സ്നേഹ. ആ സ്നേഹത്തെയാ ഞാൻ കൃഷ്ണൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. എനിക്ക് കൃഷ്ണനാണെങ്കിൽ വേറൊരാൾക്ക് മറ്റൊരു ദൈവം. വിളക്കിനെയും സ്നേഹമായിട്ടേ കാണുന്നുള്ളൂ. സ്നേഹത്തെക്കുറിച്ച് വലിയ പിടിയില്ലാത്തോണ്ടാ ഐശ്വര്യടുത്തി ഭക്തിയെ കളിയാക്കുന്നത്. എന്തായാലും മത്സരം കഴിഞ്ഞ് ഫലം വരട്ടെ, അപ്പൊ കാണാലോ ആര് ജയിക്കുന്നു. ആഹാ, 3 പേരും ഉണ്ടല്ലോ. നിങ്ങൾ 3 പേരോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ അമ്മേ? നിങ്ങളിൽ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് എന്റെ വക ഒരു പ്രത്യേക സമ്മാനമുണ്ട്. വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിരിക്കും അത്. ജയിക്കുന്ന ആളിനെ ഞാൻ വിളക്കൊഴിഞ്ഞ് സ്വീകരിക്കും. അവർക്ക് വേണ്ടി വീടും ഒരുക്കും. ജയിച്ചു വരുന്ന ആളിന്റെ മനസ്സിലെ ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം ഞാൻ സാധിച്ചു തരും. ജയിക്കുന്ന ആളിന് എന്റെ മുകളിൽ സ്ഥാനവും തരും. വിജയിക്കുന്ന ആളിനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അമ്മ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയും ചോദിക്കും. ദേ, ഇനി അവസാന ദിവസങ്ങളാ. ആത്മാർത്ഥതയോടെ പഠിക്കണം. കമ്പനിയുടെയും കുടുംബത്തിന്റെയും കീർത്തി കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. മമ്മി, വേണ്ട, നമുക്ക് ഈ പാട്ടും ഗാനമേള ഒന്നും വേണ്ട. എനിക്ക് ആകെ ഒരു പേടി, നമുക്കെന്തോ വലിയൊരു അപകടം വരാൻ പോകുന്നു. എന്തപകടം? നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. നമ്മളൊരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിയവരാ. ആ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നില്ല ലക്ഷ്യം സാധിക്കുമെന്ന്. ഇന്ന് തന്നെ കണ്ടില്ലേ, ചാനലിലെ ആൾക്കാർ ചോദ്യം ചോദിച്ചത് മനഃപൂർവ്വമായിരുന്നു. അങ്ങനെയാ എനിക്ക് തോന്നിയത്. നമ്മളെ കൊടുക്കണമെന്ന് അവർക്കൊരു തീരുമാനം ഉണ്ടായിരുന്നത് പോലെ. അല്ലെങ്കിൽ പിന്നെ സീ കേരളം പോലൊരു ചാനല് എന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കോ?
ഇന്റർവ്യൂ തരാമോ എന്ന് ചോദിച്ചാൽ ആദ്യം വന്നു. അന്ന് എന്താ പറഞ്ഞത്? ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവൂന്ന്. എന്നിട്ട് ഇന്നിപ്പൊ പാടാൻ പറഞ്ഞിരിക്കുന്നു. ഒഴിഞ്ഞു മാറാൻ ഇത്രയൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്നെ കൊണ്ടവര് പാടിക്കുമെന്ന തീരുമാനത്തില് ഉറച്ചു നിന്ന പോലെയായിരുന്നു. ഞാൻ അപ്പൊ ആ ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നെങ്കിലേ അവിടെ തീർന്നേനെ എല്ലാം. ഇനി ശ്യാമ ബുദ്ധിപൂർവ്വം കളിക്കുകയാണോ? ഒരു മണ്ടി പെണ്ണായിട്ട് അഭിനയിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയാണോ? ഏതെങ്കിലും രീതിയിൽ ചാനലിനെ സ്വാധീനിച്ച് ഇന്റർവ്യൂവിനായിട്ട് അയച്ചതാണോ? അവള് പറഞ്ഞിട്ടുണ്ടായിരിക്കോ നിന്നെ കൊണ്ട് പാട്ട് പാടിക്കണമെന്ന്? അങ്ങനെ എന്തെങ്കിലും നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ ജീവിച്ചിരിക്കില്ല. നമുക്കെതിരെ ഇനിയും അവളെങ്ങാനും നീങ്ങി അവളുടെ അന്ത്യം വരയ്ക്കും മോളെ. അയ്യോ മമ്മി, അവളില്ലാതായ പിന്നെ ഞാൻ എങ്ങനെ പാടും? പുതിയൊരാളെ നമ്മളെ ഇറക്കുമതി ചെയ്യും. ചിലപ്പോ ഒക്കെ നമ്മുടെ തോന്നലും ആവാം. റേറ്റിംഗിന് വേണ്ടിയായിരിക്കും നിന്നെ കൊണ്ട് അവര് പാടിപ്പിക്കാന്നൊക്കെ വിചാരിച്ചത്. എന്തായാലും ക്ലബിന്റെ വാർഷികത്തിന് അവള് പാടാൻ വരുന്നുണ്ടോ എന്ന് നോക്കാം. ബാക്കിയൊക്കെ അന്ന് തീരുമാനിക്കാം. അന്ന് വന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ അവള് പാടില്ല. അപ്പൊ സർ, നമ്മൾ മലയാളികൾക്ക് മുൻപിൽ പുതിയൊരു പാട്ടുകാരി അവതരിപ്പിക്കുകയാണ്, കൃഷ്ണ തുളസി. മലയാളികൾക്ക് മുമ്പിലല്ല സർ, ലോകത്തിന് മുമ്പിലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാൻ കാത്തിരിക്കുന്ന ശബ്ദമായിരിക്കും കൃഷ്ണ തുളസിയുടേത്. ആദ്യ ആളുകൾ ചെറുതായിട്ട് ശ്രദ്ധിക്കും. ഒരു മാസം കൊണ്ട് കൃഷ്ണ തുളസി ജനമനസ്സിൽ ഇടം നേടും. അപ്പോ നമുക്ക് അപ്ലോഡ് ചെയ്യല്ലേ സർ? ശ്യാമേ, കണ്ണാ, ഞാൻ പാടിയതാ. ഒരു വർഷം അതിനുള്ളിൽ തന്റെ പ്രശസ്തി അതിരുകൾക്കപ്പുറം ചെല്ലും. ഇപ്പൊ പഠിക്കാൻ 100% ആത്മവിശ്വാസം കിട്ടി. കൃഷ്ണ, എല്ലാത്തിനും നന്ദി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.